പ്രായമായ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തറവാട്ട് വീട്ടിൽ ഒത്തുകൂടുന്ന മൂന്നാൺമക്കള്. അങ്ങനെ അമ്മേന്റെ അവസാന നിമിഷങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു വരുന്ന ആ മൂന്ന് മക്കളുടെ ഇടയിൽ ഈ സമയം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതെന്തെല്ലാമായിരുന്നു, അതേ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് മലയാളത്തിൽ പുറത്തിറങ്ങിയ നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ഒരു ഫാമിലി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനിയും പറഞ്ഞധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു പ്രായമായ സ്ത്രീനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പേര് നാരായണി എന്നാണ്. അവരുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായതുകൊണ്ട് തന്നെ അവരിനി അധിക ദിവസം ജീവിച്ചിരിക്കില്ല. സോ അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാൻ ഈ സമയം ഡോക്ടേഴ്സ് ഫാമിലിനോട് പറയുന്നു. അങ്ങനെ ഫാമിലി ആ ഒരു രീതിക്ക് കാര്യങ്ങൾ അറിയിക്കുന്ന സമയത്ത് അമേരിക്കയിൽ സെറ്റിൽഡായിരുന്ന നാരായണീന്റെ ഇളയ മകനും അയാളുടെ ഫാമിലി ഇപ്പൊ അവിടേക്ക് വരുവാണ്. ഭാസ്കർ എന്നാണ് ഇയാളുടെ പേര്. സുരാജ് വെഞ്ഞാറമ്മൂടാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം പെണ്ണുമായിട്ട് ഭാസ്കർ ഇവിടുന്ന് വിളിച്ചോടിയതായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ നല്ല പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് നാട് വിട്ട് അവർ അമേരിക്കയിലേക്ക് പോയിട്ട് സെറ്റിലായത്. ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവിടെ അങ്ങനെ നിന്ന് പോകുന്നത്. എന്നാൽ ഇപ്പൊ അമ്മയുടെ കാര്യം അറിഞ്ഞിട്ടാണ് ഭാസ്കർ ഫാമിലിയെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഭാസ്കറിനും വൈഫിനും 2 മക്കളാണ്. ആദ്യത്തെ ആള് 18 വയസ്സുള്ള ഒരു ടീനേജ് പ്രായക്കാരനാണ്. രണ്ടാമത്തെ കുട്ടി ചെറുതാണ്. അങ്ങനെ ഇപ്പൊ ഭാസ്കർ ഫാമിലി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയം നാരായണി എന്ന് പറയുന്ന ആ സ്ത്രീന്റെ രണ്ടാമത്തെ മകൻ, അതായത് ഈ ഭാസ്കറിന്റെ നേരെ മുകളിലുള്ള ചേട്ടൻ, അയാളുടെ പേര് സേതു എന്നാണ്. ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജോജു ആണ്. അങ്ങനെ ഇപ്പൊ സേതു അനിയനായ ഭാസ്കറിനെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട്. സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുവാണ് അവരുടെ മൂത്ത ചേട്ടനും നാരായണിന്റെ മൂത്ത മകനുമായ വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി. സേതു ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഒറ്റത്തടിയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂത്ത മകനായ വിശ്വനാഥനെ പറ്റി നോക്കുവാണെങ്കിൽ അയാൾക്കൊരു ഭാര്യയും 10-20 വയസ്സുള്ള ഒരു മകളും ഉണ്ട്. സുഖമില്ലാതെ കിടന്ന നാരായണീനെ ഇത്ര നാളെ നോക്കിയത് അവരുടെ രണ്ടാമത്തെ മകനായ സേതു ആയിരുന്നു. ഇപ്പൊ അമ്മ സുഖമില്ലാതെ ആശുപത്രിയിലായി എന്നറിഞ്ഞിട്ടാണ് ആദ്യത്തെ മകനും അവസാനത്തെ മകനായ ഭാസ്കർ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ പരസ്പരം കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന അവര് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഭാസ്കറിന്റെ മകനായ നിഖില് നാരായണിന്റെ മൂത്ത മകനായ വിശ്വനാഥന്റെ മകള് ആതിരനെ ഇങ്ങനെ നോക്കുന്നു. റിലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അവര് കസിൻസ് ആണല്ലോ. അങ്ങനെ ഇപ്പൊ അവര് പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് സേതു അനിയനെയും ചേട്ടനെയും വിളിച്ചുകൊണ്ട് ഐസിയിൽ കിടക്കുന്ന അമ്മേന്റെ അടുത്തേക്ക് വരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് അത് വല്ലാതെ അങ്ങ് മോശമായി. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇനി അമ്മ അധിക നാൾ ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ അമ്മേന്റെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ 3 മക്കളും അമ്മയുടെ കൂടെ വേണം. അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഇവിടെ കിടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെയെല്ലാം ചെയ്തു ബാക്കി 2 ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചടങ്ങുകളെല്ലാം തീർത്ത് നാടുവിട്ട് പോവാന്ന് അമേരിക്കയിൽ നിന്നെത്തിയ ഭാസ്കർ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആവുന്ന സമയത്ത് അമ്മയുടെ ഈ സിറ്റുവേഷനെ പറ്റിയല്ല മുറ്റത്ത് നിന്ന് സിഗരറ്റ് എല്ലാം വലിച്ചുകൊണ്ട് സേതു ഭാസ്കറും കൂടി സംസാരിക്കുവാണ്. ഈ സമയം അവിടേക്ക് മൂത്ത ചേട്ടനായ വിശ്വനാഥൻ വരുന്നു. ഭാസ്കർ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്ന് മുതൽ അവര് തമ്മിൽ അതിന്റെ പേരിൽ തെറ്റിയിരിക്കുവായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്ന ആ പിണക്കമൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നടുക്കത്തെ ആളായ സേതു അവരുടെ ഇടയിലുള്ള പ്രശ്നമെല്ലാം തീർത്ത് പഴയ അവരുടെ റിലേഷൻ തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഭാസ്കറിന്റെ ഭാര്യയാണെങ്കിൽ വിശ്വനാഥിന്റെ ഭാര്യന്റെ കൂടെ അടുക്കളയിൽ എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കറിന്റെ മകൻ നിഖിലാണെങ്കിൽ റൂമിൽ ഉറങ്ങാൻ കിടക്കുന്നു. അമേരിക്കയിൽ ജനിച്ചു വന്ന അവനാണെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷം ഒന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറക്കം വരാതെ അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് വരുവാണ്. ഈ സമയം വിശ്വനാഥിന്റെ മകളായ ആതിര അവിടെ ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നിഖിലും അവൾ എടുത്തിരിക്കുവാണ്. എന്നിട്ട് അവളോട് നോർമലായിട്ട് സംസാരിച്ച് അവളുമായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കുറച്ചേരം സംസാരിക്കുവാണ്. അങ്ങനെ പരിചയപ്പെടുന്നു. ഇതേസമയം സേതു ആണെങ്കിൽ ചേട്ടന്റെ അനിയന്റെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നം എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്നു. ശേഷം ഭാസ്കർ ആണെങ്കിൽ അകത്ത് വയ്യാതെ ഇറങ്ങുന്ന അമ്മേന്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മേന്റെ കൈയൊക്കെ പിടിച്ചു നോക്കുവാണ്. അമ്മേന്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഗ്ലൂക്കോസ് കയറ്റി കയ്യിലൊക്കെ ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമ കട്ടായി അടുത്ത ദിവസം അവരുടെ വീട്ടിലേക്ക് ഒരമ്മായി വരുന്നു. കരഞ്ഞു വിളിച്ചുകൊണ്ട് വരുന്ന ഈ അമ്മായി നാരായണി എന്ന് പറയുന്ന അമ്മേന്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിഞ്ഞിട്ടാണ് അവരിങ്ങനെ കരഞ്ഞ് നല്ല വിളിച്ചു വരുന്നത്. അങ്ങനെ ആ സിനിമ കട്ടായി അടുത്ത സീനില് നിഖിലാണെങ്കിൽ ഇപ്പൊ ആതിരേന്റെ മുറിയിലേക്ക് വരുന്നു. എന്നിട്ട് ഡോറി തട്ടുവാണ്. അപ്പൊ ആതിര വന്ന് വാല് തുറക്കുമ്പോ നിഖില് പറയുവാണ്, ഈ നാടൊക്കെ ഒരുപാട് ഭംഗിയുള്ളതാണല്ലേ, എനിക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് താൻ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാന്ന്. ഇത് കേൾക്കുന്ന ആതിരയാണെങ്കിൽ ശരി വാ നമുക്ക് പോവാന്നും പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലം മുഴുവൻ കൊണ്ടേ കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവര് കൂടുതൽ സംസാരിച്ച് കൂടുതൽ പരിചയപ്പെടുന്നു. ഈ സമയത്ത് നിഖില് പറയുന്നുണ്ട് ആക്ച്വലി അവനൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ റീസെന്റ് ആയിട്ട് അത് ബ്രേക്കപ്പ് ആയി. അതിന്റെ സങ്കടത്തില് അവനാകെ തകർന്നിരിക്കുവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശിക്ക് സുഖമില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ നാട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ അവനിപ്പോ ആതിരയോട് പറയുന്നു. അതുപോലെ ആതിര കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആതിര തന്നെക്കാളും 2 വയസ്സ് മൂത്തതാണെന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കുവാണ്. അങ്ങനെ അന്നും അടുത്ത ദിവസവും എല്ലാം അവർ ഇതേപോലെ ആ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് അവരൊരു ബന്ധുക്കാരൻ വരുവാണ്. ആക്ച്വലി നാരായണി ഈ 3 മക്കളുടെയും പേരിൽ അവരുടെ ഒരു കൃഷിയുടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മോശമല്ലാത്തൊരു വില തന്ന് നിങ്ങളുടെ 3 പേരുടെയും പേര് കിടക്കുന്ന നിലം ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് എനിക്ക് അതിൽ കൃഷി ഇറക്കാലോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതായത് മൂത്ത മകൻ പറയുന്നു 50 ലക്ഷം രൂപ
തരികയാണെങ്കിൽ ആ നില ഞങ്ങൾ തന്നേക്കാന്ന്. ഇത് കേൾക്കുന്ന റിലേറ്റീവ് അത് കുറച്ച് കൂടുതലല്ലേ വിശ്വനാഥ, കുറച്ചുകൂടെയും ചോദിക്കുന്നു. 50-നാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നടക്കില്ല. അങ്ങനെ അമ്മാവൻ പോകാൻ നോക്കുന്നും പറഞ്ഞ് ഈ സമയം വിശ്വനാഥനാണെങ്കിൽ അയാൾ എവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം നമ്മുടെ ഭാസ്കർ കേൾക്കുന്നുണ്ടായിരുന്നു. സ്ഥലം 3 മക്കളുടെയും പേരിലല്ലേ. സോ അമ്മാവൻ ആ വില പറഞ്ഞപ്പോ അത് ഒക്കുന്നില്ലെങ്കിൽ അതിൽ 3 മക്കളും കൂടി ഒരു തീരുമാനം എടുക്കുമല്ലേ വേണ്ടത്. അല്ലാതെ ചേട്ടൻ എന്തിനാ അപ്പൊ തന്നെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അമ്മാവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേന്നുള്ള രീതിയിൽ ഭാസ്കർ ആലോചിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാസ്കർ ഈ കാര്യം വിശ്വനാഥനോട് ചോദിക്കുന്നു. നിലത്തിന്റെ ആ കാര്യത്തിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ചേട്ടൻ എന്താ അധികാരമുള്ളത്? അതിൽ തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് റൈറ്റ്സ് ഇല്ലേ എന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് വിശ്വനാഥന് ദേഷ്യം വരുന്നു. ഇതിലൊരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. നീ വലിയ അമേരിക്കയിൽ നിന്ന് വന്നു വിചാരിച്ച് അതിന്റെ ഹുങ്കൊന്നും എന്നോട് കാണിക്കാൻ നിൽക്കണ്ട. ചേട്ടൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേട്ടിട്ട് ഭാസ്കറിനാണെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ ഭാസ്കർ തിരിച്ചു പറയാൻ തുടങ്ങുന്ന സമയം ഭാസ്കറിന്റെ ഭാര്യ ഭാസ്കറിനെ തടയുവാണ്. അപ്പൊ ഭാസ്കർ ആണെങ്കിൽ ഒന്ന് ഒതുങ്ങുന്നു, പിന്നെ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് നിഖിലും ആതിരയും കൂടി ആ വീടിന്റെ ചായപ്പിൽ വന്ന് ചുമ്മാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അച്ഛന്മാര് തമ്മില് ഇന്ന് വലിയൊരു വഴക്കുണ്ടാവേണ്ടതായിരുന്നു. ആക്ച്വലി അവർ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ഈ സമയം നിഖില് ആദ്യം എന്നോട് ചോദിക്കുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടായ സമയത്താണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മയുമായിട്ട് ഒളിച്ചോടുന്നത്. കുടുംബത്തിനെ എതിർത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിന്റെ അച്ഛനോട് എന്റെ അച്ഛന് ഭയങ്കര ദേഷ്യമാണ്. ഇന്നും അത് ശരിക്കും അങ്ങ് മാറിയിട്ടില്ല. സോ അതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ആതിര ഇപ്പം നിഖിലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കറിനെ അയാളുടെ ഭാര്യനെയും കാണിക്കുന്നു. അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. അമ്മയ്ക്ക് ഇനി അധിക ദിവസം ഇല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച ലീവ് എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അതിനുള്ളിൽ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ ചടങ്ങുകളെല്ലാം തീർത്ത് സമാധാനത്തോടു കൂടി തിരിച്ചു പോകുമായിരുന്നു. ഇങ്ങനെയെല്ലാം ഭാസ്കർ സംസാരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ സീനോടെ കട്ടാക്കുന്നു. അടുത്ത ദിവസം രാവിലെ നാരായണനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടർ അവിടേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോഴും അവരുടെ മെഡിക്കൽ സിറ്റുവേഷൻ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ കണ്ടീഷൻ കൂടുതൽ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. മാക്സിമം പോയ 2 ദിവസം കൂടി അവർ ജീവിച്ചിരിക്കുള്ളൂ എന്ന്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് അവരുടെ വീട്ടിലേക്ക് ഒരു വക്കീൽ വരുവാണ്. അമ്മേന്റെ മരണശേഷം ഈ വീട് സ്വത്തുക്കളെല്ലാം 3 മക്കളുടെയും പേരിൽ ഈക്വലായിട്ട് പിരിക്കാൻ വേണ്ടി അവർ തീരുമാനം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നതാണ് ഈ വക്കീല്. അങ്ങനെ ഇപ്പൊ അയാൾ അതെല്ലാം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് വിശ്വനാഥൻ പറയുവാണ് കുടുംബത്തിനെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയവനൊക്കെ സ്വത്ത് ഈക്വലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ നാളെ അങ്ങ് തിരിച്ചു പോകും. പിന്നെ അവന്റെ പേരിൽ എഴുതി വെക്കുന്ന സ്വത്ത് കൊണ്ട് ഒരു ഉപകാരം ഇല്ലാതായി പോകും. അതുകൊണ്ട് സ്വത്തുക്കളിൽ കൂടുതലും നാട്ടിൽ നിൽക്കുന്ന മക്കൾക്ക് എഴുതി വെക്കണമെന്ന്. ഇതെല്ലാം കേൾക്കുന്ന ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വരുന്നു. സ്വത്തുക്കൾ അത് എത്രയുണ്ടെങ്കിലും ഈക്വലായിട്ട് തന്നെ പിരിച്ചാൽ മതി എന്നും പറഞ്ഞ് അയാളിപ്പോ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ അന്ന് രാത്രി ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഭാസ്കർ ഇതിനെപ്പറ്റി ബ്രദേഴ്സിനോട് സംസാരിക്കുന്നു. ഭാസ്കറിന് സ്വത്ത് കിട്ടുന്നതില് സേതുവിന് വിഷയമൊന്നുമില്ല, വിശ്വനാഥനാണ് വിഷയം. അങ്ങനെ ഇപ്പൊ അയാളോട് അതിനെപ്പറ്റി ചോദിച്ച് ഭാസ്കർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് സേതു ആണെങ്കിൽ അവിടെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാവുമ്പോ സേതു പറയുകയാണ് ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന എനിക്ക് സ്വത്തൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് എന്റെ സ്വത്തുക്കളും കൂടി നിങ്ങൾ പങ്കിട്ടെടുത്തോ. പക്ഷെ ഇനി സ്വത്തിന്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്ന്. അങ്ങനെ മറ്റൊരാളുടെ സ്വത്തും കൂടി തട്ടിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മാന്യമായിട്ട് കിട്ടേണ്ട ഷെയർ മാത്രം എനിക്ക് കിട്ടിയാൽ മതിയെന്ന് ഈ സമയം ഭാസ്കർ പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് വിശ്വനാഥൻ ഒളിച്ചോടി പോയവർക്കൊന്നും സ്വത്തില്ലടാന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന ഭാസ്കറിനാകെ പൊളയുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു കത്തിയെടുത്ത് ഭാസ്കർ ഇപ്പൊ വിശ്വനാഥന് നേരെ ചൂണ്ടുവാണ്. ഇത് കാണുന്ന വിശ്വനാഥനാണെങ്കിൽ ദേഷ്യം വരുന്നു. എനിക്ക് നേരെ കത്തി കൊണ്ടാണുള്ള ധൈര്യമൊക്കെ നിനക്ക് ആയോന്ന് ചോദിച്ചുകൊണ്ട് അയാളിപ്പം ഭാസ്കറിനെ അടിക്കാൻ തുടങ്ങുന്നു. ഈ സമയം സേതു ആണ് അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നത്. അടുത്ത സീനിൽ വീണ്ടും ആതിരേനെയും നിഖിലിനെയും കാണിക്കുന്നു. ഇപ്പൊ നിഖിൽ ആതിരേനോട് ചോദിക്കുവാണ് വലിയച്ഛനായ സേതു എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന്. പുള്ളിക്ക് ആ സമയത്ത് ഏതോ ഒരു പെണ്ണുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയം അദ്ദേഹത്തിന് വലിയ എന്തോ അസുഖം വന്നു. അങ്ങനെയാണ് ആ കല്യാണം നടക്കാതെ പോയത്. പിന്നെ അദ്ദേഹം വേറെ കല്യാണം ഒന്നും നോക്കാനും പോയില്ല. ആതിര അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ നിഖിൽ അവളോട് ചോദിക്കുവാണ് അല്ല താൻ എങ്ങനെയാ, സിംഗിൾ ആണോ അതോ കമ്മിറ്റഡ് ആണോ? ഇത് കേൾക്കുന്ന ആതിര പറയുന്നു കമ്മിറ്റഡ് ആയിരുന്നു നിന്നെ പോലെ കുറച്ച് നാൾ മുമ്പ് വരെ, എന്നാൽ ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് സിംഗിൾ ആയിട്ടിരിക്കുക. ഈ സമയം നിഖിലിന്റെ മുഖത്ത് ചെറിയൊരു നാണം വരുന്നു. ഇത് ശ്രദ്ധിക്കുന്ന ആതിരയാണെങ്കിൽ നീ എന്ത് നാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവനൊന്നും മിണ്ടുന്നില്ല. ഈ സമയം ആതിരയാണെങ്കിൽ നൈസായിട്ട് നിഖിലിന്റെ കയ്യിലൊന്ന് ടച്ച് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയി തുടങ്ങുവാന്ന് കാണിക്കുവാണ്. ഈ സമയം അവിടേക്ക് നിഖിലിന്റെ സിബ്ലിംഗ് വരുന്നു. പിന്നെ അവർ രണ്ടുപേരും ആ കുട്ടിയായിട്ടൊക്കെ കളിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനിന്റെ കട്ടായി അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ്. ഇപ്പൊ ഉറക്കം എഴുന്നേക്കുന്ന നിഖിലാണെങ്കിൽ മുത്തശ്ശി മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നേരെ അവരുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നു. അവരിപ്പോഴും മരിച്ചിട്ടില്ല. കുറച്ചേരം കഴിയുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വരുവാണ്. ഈ സമയം ഭാസ്കർ ഡോക്ടറോട് ചോദിക്കുന്നു അല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ഇനി അധിക ദിവസം ഇല്ലാതെ, എന്നാൽ ഇപ്പോഴും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതേ കിടപ്പ് കിടക്കുവാണല്ലോ, എന്തോ മെഡിക്കൽ മിറാക്കിൾ നടന്നതാണ്, അല്ലെങ്കിൽ ഇത്രയൊന്നും ജീവിച്ചിരിക്കില്ല, മേ ബി ഏത് നിമിഷവും അവരുടെ മരണം സംഭവിച്ചേക്കാം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നാരായണനെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ലീവും തീർന്നുകൊണ്ടിരിക്കുന്നു. അമ്മേന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആക്കാതെ ഇവിടം വിട്ട് പോകാനും പറ്റില്ല. എന്നാൽ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഭാസ്കർ ഇനി എന്താ ചെയ്യാന്നൊക്കെ ആലോചിക്കുന്നു. അന്ന് അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിലേക്ക് അവരെല്ലാം പോകുന്നുണ്ട്. അവിടെ വെച്ച് ആതിരയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് നിഖിലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് അവിടുത്തെ അമ്പലക്കുളത്തിന്റെ അരികിൽ പോയിരുന്ന് നിഖിലും ആതിരയും കൂടി സംസാരിക്കുകയാണ്. ഈ സമയം ആതിര പറയുന്നു ഇന്നലെ രാത്രി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്റെ കയ്യിൽ ഞാൻ ടച്ച് ചെയ്തത് നിനക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ നിന്നെക്കാളും മൂത്തതാണല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും ഗിൽറ്റിനെസ് നിനക്ക് തോന്നിയോ? ഇത് കേൾക്കുന്ന നിഖില് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ അതൊരു പ്രണയമാണോ അതോ
ബാസിനോടുള്ള സ്നേഹമാണോന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ നീയുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ, നീയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ കഴിയുന്നുണ്ട്. ആ സാഡ്നെസ് എല്ലാം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ട്. നിഖിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആദ്യം അറിയാണ് സെയിം ഫീലിംഗ്സ് തന്നെയാണ് എനിക്കുമെന്ന്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവർ രണ്ടുപേരും കിസ് ചെയ്യുവാണ്. അങ്ങനെ ഇതോടുകൂടി ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻ തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നു. അവിടുത്തെ ഉത്സവത്തിന് ഫാമിലി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും ഒരു നേരായ സമയത്ത് തിരിച്ചു വന്നു. എന്നാൽ നിഖിലും ആതിരയും മാത്രം തിരിച്ചു വന്നില്ല. അവരാ കുളത്തിന്റെ അരികിൽ നിന്ന് സംസാരിക്കുമായിരുന്നല്ലോ. ഈ സമയം ഫാമിലി വിചാരിക്കുന്നുണ്ട് ഈ പിള്ളേർ ഇതോടെ പോയെന്ന്. എന്തായാലും ഫാമിലി അന്വേഷിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ഇതോടെ പോയിരിക്കുമായിരുന്നു പിള്ളേരെ എന്ന് ഈ സമയത്ത് അവർ ചോദിക്കുന്നു. ഈ സമയം ആതിര പറയുന്നു, അത് പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ നിഖിലിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവളൊരു നുണ പറയുമ്പോൾ അത് ഫാമിലി വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന നിഖിലിനെയാണ്. ഈ കാര്യങ്ങളിൽ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ ഉറക്കം വരുന്നില്ല. സെയിം അവസ്ഥ തന്നെയായിരുന്നു ആതിരയ്ക്കും. അവൾക്ക് ഉറക്കം വരാതെ അവൾ അങ്ങനെ കിടക്കുവാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ച് നിഖിൽ അവന്റെ വലിയച്ഛനായ സേതുവിന്റെ കൂടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ പാതിരാത്രി സമയത്ത് ഉറക്കം വരാത്തതുകൊണ്ട് അവൻ നൈസായിട്ട് എഴുന്നേറ്റ് നേരെ ആതിരേന്റെ മുറിയിലേക്ക് വരുന്നു. എന്നിട്ട് ഡോറി തട്ടുവാണ്. അതിലെ വന്ന് വാതിൽ ഉറക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഉറക്കേ വരുന്നില്ല. അപ്പൊ ആതിര പറഞ്ഞു ഞാനും ഉറക്കം വരാതെ കിടക്കുമായിരുന്നു എന്ന്. ആണോ, എന്നവാ നമുക്ക് ചായപ്പിൽ പോയിരിക്കാം, കുറച്ചേരം സംസാരിക്കാന്നൊക്കെ നിഖിൽ ആതിര എന്നോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പോയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. അറ്റ് ദ സെയിം ടൈം നിഖിലിന്റെ അച്ഛനായ ഭാസ്കറിന് ഉറക്കം വരുന്നില്ല. അയാൾ ഇപ്പൊ എഴുന്നേറ്റ് നേരെ അമ്മേന്റെ മുറിയിലേക്ക് വരുന്നു. ഇനി ഏകദേശം 2 ദിവസം കൂടി നാട്ടിൽ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പത്തേനും ലീവ് കഴിയും. സോ കറക്റ്റ് ടൈമിന് തന്നെ തിരിച്ചു പോകണം. അമ്മയാണെങ്കിൽ മരിച്ചിട്ടുമില്ല. അങ്ങനെ ഇപ്പൊ അമ്മേന്റെ അടുത്ത് വന്നിരുന്ന് ഭാസ്കർ കുറച്ചുപേരെ അവരെ അങ്ങനെ നോക്കുവാണ്. ശേഷം അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നിട്ടൊരു തലേനെ എടുത്ത് അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നാലോ എന്ന് ഭാസ്കർ വിചാരിക്കുന്നു. കാരണം പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അമ്മേന്റെ ചടങ്ങുകൾ തീർത്തിട്ട് വേണം പോവാൻ. ഇനിയും തിരിച്ചു വരിക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. എന്നാൽ അയാൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അമ്മയല്ലേ. അറ്റ് ദ സെയിം ടൈം മുറിയിലേക്ക് ഇത് കണ്ടുകൊണ്ട് മൂത്ത മകനായ വിശ്വനാഥൻ വരുവാണ്. എന്താ നിനക്ക് അതിന് കഴിയുന്നില്ല അല്ലെ? നിന്നെ പോലെ തന്നെ 1000 വട്ടം ഇതിനെപ്പറ്റി ചിന്തിച്ച ആളാണ് ഞാനും. എന്നാൽ എനിക്കും അതിന് കഴിഞ്ഞില്ല. നീ പുറത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ഈ സമയം ഭാസ്കരനെയും കൂട്ടിക്കൊണ്ട് വിശ്വനാഥൻ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തിരുന്ന് അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുവാണ്. സ്വത്തിന് വേണ്ടി ഉണ്ടായിരുന്ന അവരുടെ ഇടയിലെ പ്രശ്നമെല്ലാം ഈ സംസാരത്തിലൂടെ തീരുന്നു. സ്വത്തുക്കളൊക്കെ നീ പറഞ്ഞ പോലെ ഈക്വലായിട്ട് ഷെയർ ചെയ്യാം, അത് തന്നെ നല്ലതെന്ന് വിശ്വനാഥൻ ഈ സമയത്ത് പറയുകയും ചെയ്യുന്നു. ശേഷം വിശ്വനാഥൻ നീ എന്ന റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഭാസ്കരനോട് വിശ്വനാഥൻ ചോദിക്കുന്ന സമയത്ത് 24-ാം തീയതിയാണെന്ന് ഭാസ്കർ പറയുന്നു. ശരി, എന്തായാലും പോക്കൊന്നും മാറ്റി വെക്കണ്ട. അമ്മേന്റെ കാര്യത്തില് ഒന്നും പറയാൻ കഴിയില്ല. ചിലപ്പോ കുറച്ചു ദിവസം കൂടി പോയേക്കാം. അപ്പൊ അമ്മ കാരണം നിങ്ങളുടെ പ്ലാനിങ് ഒന്നും തെറ്റാൻ നിൽക്കണ്ട, അതാ പൊക്കോളാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പോയതിനു ശേഷമാണ് അമ്മ മരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി ചെയ്തോളാം. തിരിച്ചു വരുന്ന കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവുകയും വേണ്ട. ഇത് കേൾക്കുന്ന ഭാസ്കർ ഒക്കെ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ഭാസ്കർ ഭാര്യന്റെ അടുത്ത് ഇന്നലെ ചേട്ടൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം പറയുന്നു. ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ, അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അതായത് 24-ാം തീയതിക്കുള്ള നമ്മുടെ പോക്ക് ഒരു 2 ദിവസത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്താലും ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഭാര്യ ഭാസ്കറിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാലോ. ലീവ് കഴിഞ്ഞിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും. ഒരുപക്ഷെ അതിന്റെ പേരിൽ ജോലി തന്നെ നഷ്ടമായേക്കാം. സോ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ചേട്ടൻ പൊക്കോളാനും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിക്കണ്ട, അന്ന് തന്നെ പോവാന്ന് ഭാര്യ പറയുന്നു. അതിനും ഭാസ്കർ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഓക്കെ പറയുകയാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അന്ന് രാത്രി കാണിക്കുന്നു. അന്നും കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് ഇപ്പൊ നിഖിൽ നേരെ ആതിരേന്റെ മുറിയിലേക്ക് വരുന്നു. ആതിരയ്ക്ക് ഉറക്കം വരാതിരിക്കുകയായോണ്ട് ഇന്ന് ഒരു കുറച്ചു നേരം സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അറ്റ് സെയിം ടൈം വിശ്വനാഥന്റെ അയാളുടെ ഭാര്യന്റെ മുറി കാണിക്കുന്നു. ഇപ്പൊ വിശ്വനാഥന്റെ വൈഫ് പറയുകയാണ് ഫ്യൂച്ചർ സ്റ്റഡീസിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് മകൾ ഇന്ന് താനുമായിട്ട് പിണങ്ങിയെന്ന്. ഇതേക്കുന്ന വിശ്വനാഥൻ അപ്പൊ ഇന്ന് ഭക്ഷണം കഴിച്ചു കാണില്ല അല്ലെ? അപ്പൊ ഭാര്യ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവളെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇതേസമയം മുറിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അവര് ഈ സമയം കൊണ്ട് അവിടെ കിടന്ന് സംസാരം തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവരുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ്സ് വന്ന് അവർ ബെഡിൽ കിടന്ന് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. വാതിൽ ലോക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മകളോട് സംസാരിക്കേണ്ടി വരുന്ന വിശ്വനാഥൻ വാതിൽ തള്ളുമ്പോൾ വാതിൽ അങ്ങ് തുറക്കുവാണ്. അപ്പൊ അയാൾ കാണുന്ന കാഴ്ച ചെയ്തു. അങ്ങനെ ഇത് കണ്ട് അയാൾ ആകെപ്പൊളിയുവാണ്. നിഖിൽ അവിടെ വെച്ച് അയാൾ ഒരുപാട് തല്ലുന്നു. അങ്ങനെ ഇത് വലിയ പ്രശ്നമാവുന്ന സമയത്ത് ഒച്ചപ്പാടും ബഹളെല്ലാം കേട്ട് ഭാസ്കർ അവിടേക്ക് വരുവാണ്. ഈ സമയം സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭാസ്കറുമായിട്ടും വിശ്വനാഥൻ വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് സേതു വന്നിട്ടാണ് അവരെ പിടിച്ചു മാറ്റുന്നത്. അപ്പൊ അവര് സേതുവായിട്ടും വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ഇപ്പൊ നാരായണിന്റെ ആ 3 ആൺമക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പൊരിഞ്ഞ വഴക്ക്. അങ്ങനെ ഈ ഒരു കാര്യത്തോടെ ഇനി എന്തായാലും പോക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ട കാര്യമില്ല. തീരുമാനിച്ച ദിവസം തന്നെ പോവാന്ന് വിചാരിച്ച് ഭാസ്കറും വൈഫും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് എല്ലാം തീർന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വരുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ വീണ്ടും വീട്ടിൽ പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ച് സേതു ആണെങ്കിൽ ഈ സമയം ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടും കാണിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നിഖിലും ആതിരയും അവര് കാരണം കുടുംബം തകർന്നല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സമയത്ത് സേതു അറിയുവാണ് ഭാസ്കർ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചുവെന്ന്. അങ്ങനെ ഇപ്പൊ സേതു ഭാസ്കറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുവാണ്. ഇന്നലെ നടന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അതിന്റെ ദേഷ്യം കൊണ്ടാണ് നീ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചെങ്കിൽ ഈ തീരുമാനം നീ മാറ്റിവെക്കണം. നമ്മുടെ അമ്മേനെ പറ്റിയും അവരുടെ അവസ്ഥയെ പറ്റിയും നീ ആലോചിക്കണം. അറ്റ്ലീസ്റ്റ് അമ്മയുടെ അവസാനം വരെയെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടാവണം. അങ്ങനെ സേതു ഒരുപാട് ഫീലായി. ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഭാസ്കർ പറയുവാണ്, ഇല്ലടാ ഞാൻ തീരുമാനിച്ചു, പോവാതെ പറ്റത്തില്ല. ഇങ്ങനെയും പറഞ്ഞ അടുത്ത ദിവസം തന്നെ അവര് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അങ്ങനെ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഭാസ്കറും മകനായ നിഖിലിനോട് പറയുവാണ് എല്ലാവരോടും യാത്ര പറയാൻ, പ്രധാനമായിട്ടും ആതിരേനോട്. അങ്ങനെ ഇപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനമായിട്ട് ആതിരേനോട് യാത്ര പറയാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് അവൻ എത്തുവാണ്. അങ്ങനെ ഇപ്പൊ അവളോട് അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു റിലേഷനിലായി എന്നതൊരു തെറ്റായ വേലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ഒടുവിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത് റിയലൈസ് ചെയ്തത്. അതൊരു പക്ഷേ നമ്മുടെ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. എന്തൊക്കെയാണെങ്കിലും സംഭവിച്ചു പോയ കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ആതിര നിന്റെ ഭാഗത്ത് മാത്രമല്ല എന്റെ
ഭാഗത്തും തെറ്റില്ലേ, അതുകൊണ്ട് നീ മാപ്പൊന്നും പറയണ്ട, നീ സന്തോഷമായിട്ടിരുന്നാ മതി. ഇങ്ങനെയും പറഞ്ഞ് അവൾ അവനെ യാത്രയാക്കുന്നു. ഇതേ സമയത്ത് വിശ്വനാഥനാണെങ്കിൽ ഭാസ്കരനെയും കുടുംബത്തിനെയും യാത്ര അയക്കാൻ വരാതെ റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ അവിടേക്ക് സേതു വന്നിട്ട് അവരെ ഇറങ്ങാൻ തുടങ്ങുക. ഇനിയെങ്കിലും ചേട്ടൻ ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് അവരെ യാത്ര അയക്കാനെങ്കിലും വരാൻ പറയുന്നു. ഈ സമയം വിശ്വനാഥനോട് അയാളുടെ വൈഫും പറയുകയാണ്, കുട്ടികളുടെ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ട് അവരങ്ങനെ ഒരു തെറ്റ് കാണിച്ചു, അതിന് നിങ്ങളുടെ അനിയൻ ഭാസ്കർ എന്ത് പിഴച്ചു, ഇപ്പൊ അവര് പോകാനും തുടങ്ങുമല്ലേ, ഇനി ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കണ്ട, അതുകൊണ്ട് സേതു പറഞ്ഞ പോലെ പോയി അവരെ യാത്ര അയക്കാൻ. ഇത് കേൾക്കുന്ന വിശ്വനാഥന്റെ മനസ്സ് മാറുന്നു. അങ്ങനെ അയാൾ അവരെ യാത്ര അയക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇതേസമയം ഭാസ്കർ വയ്യാതെ ഇറങ്ങുന്ന തന്നെ അമ്മേന്റെ അടുത്ത് ചെന്ന് അവർക്കൊരു ഉമ്മയെല്ലാം കൊടുത്ത് അങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങുന്നു. അതിനുശേഷം അവന്റെ ഫാമിലി അവനെ അവിടെ നിന്ന് യാത്ര അയക്കുവാണ്. അങ്ങനെ ഭാസ്കറും കുടുംബവും വണ്ടിയിൽ അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു അവനെ വിളിക്കുന്നത്. അവരവിടെ നിന്ന് ഇറങ്ങിയതും അമ്മ മരിച്ചു. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് സേതു വിളിക്കുന്നത്. അങ്ങനെ ഈ കാര്യം കേട്ടതും അവിടുന്ന് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ശേഷം വിചാരിച്ച പോലെ ആ 3 ആൺമക്കളും കൂടി അമ്മയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകളെല്ലാം ചെയ്ത് അങ്ങനെ വീണ്ടും ഒന്നിക്കുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിപ്പിക്കുന്നത്. അപ്പൊ മച്ചാന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അതിലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.